Hi friends, welcome to lesson 3.12 in professional business skills. In this class, we will try to understand who is a data analyst. Rather, this class can be treated as an introduction to who is a data analyst. കഴിഞ്ഞ ക്ലാസ്സുകൾ വരെയും നമ്മൾ ഡാറ്റ അനാലിസിസ് എന്താണ്, ഡാറ്റ അനാലിസിസിന്റെ മീനിങ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഫേസസ്, ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസിൽ വരുന്ന ചാലഞ്ചസ്, അതിനുണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഡാറ്റ അനാലിസിസിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അവിടെ നിന്ന് മാറി നമ്മൾ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഡാറ്റ അനലിസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്, അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് അനാലിസിസ് ചെയ്യുന്ന ഒരാൾ നമ്മൾ ബിസിനസ് അനാലിസ്റ്റ് എന്ന് പറയുന്നത്. ഡാറ്റ അനാലിസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് അനാലിസ്റ്റ് എന്ന് പറയുന്നതും, ഡാറ്റ അനാലിസിസ് ആര് ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ഡാറ്റ അനാലിസിസ് ആര് ചെയ്യുന്നു അവരെ നമ്മൾ ബിസിനസ് അനാലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസ്റ്റ് എന്ന് വിളിക്കുന്ന സിമ്പിളാണ്. അപ്പോൾ ഡാറ്റ അനാലിസിസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ അനാലിസ്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡാറ്റ അനാലിസിസിൽ ഡാറ്റ കളക്ഷൻ വരുന്നുണ്ട്, ഡാറ്റ പ്രോസസ്സിംഗ് വരുന്നുണ്ട്, ഡാറ്റ ക്ലീനിങ് വരുന്നുണ്ട്, ഡാറ്റ അനാലിസിസ് വരുന്നുണ്ട്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഫൈൻഡിങ്സിന്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ, ഒരു സ്ഥാപനത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഡാറ്റ അനാലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനാലിസ്റ്റ് എന്ന് വിളിക്കുന്നു. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് മാനേജ്മെന്റിനെ ഡിസിഷൻ എടുക്കുന്നതിന് സഹായിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഡാറ്റ അനാലിസ്റ്റ് ഹെൽപ്സ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജീരിയൽ അണ്ടർസ്റ്റാൻഡിംഗ്. വസ്തുതകളിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നു. അതുവഴി ഉചിതമായ തീരുമാനമെടുക്കാൻ മാനേജ്മെന്റിന് സാധിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ബിസിനസ് അനലിസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. കാരണം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച് ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ഏത് ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്നു, എത്ര ടൈം എനിക്ക് ആവറേജ് ഒരു ദിവസം യൂസേജ് ഉണ്ട്, അങ്ങനെ ഡാറ്റ ജനറേറ്റ് ചെയ്യാണ്. ഞാൻ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു, ഞാൻ എന്തുകൊണ്ട് മറ്റേ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നില്ല, എൻ്റെ ആവറേജ് യൂസേജ് ഓഫ് ദി സോഫ്റ്റ്വെയർ എത്രയാണ്, എൻ്റെ ഒരു മാസത്തെ യൂസേജ് എത്രയാണ്, സാധാരണ ഏത് ടൈമിലാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നത്, ഇത്രയും കാര്യങ്ങളെല്ലാം ഡാറ്റ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഒരു വാഹനത്തിൽ, എൻ്റെ വാഹനത്തിൽ ഞാൻ കയറി പോകുകയാണെങ്കിൽ അതിന്റെ CPU-യിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിനിലുള്ള കമ്പ്യൂട്ടറിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ആവറേജ് എത്ര കിലോമീറ്റേഴ്സ് പോകുന്നു, ഏത് ടൈമാണ് ഞാൻ റൺ ടൈം വരുന്നത്, ഒരുപാട് ഡീറ്റെയിൽ അങ്ങനെ നമുക്ക് കിട്ടും. ഞാൻ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഉടനെ IRCTC സൈറ്റിൽ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കയറി പോകും. ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ ഒരു 1-2 വർഷത്തെ ഓർഡേഴ്സ് എല്ലാം അവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഞാൻ സെർച്ച് ചെയ്തിട്ട് അത് വേണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ സജഷൻസ് തന്നോളാം. അപ്പോൾ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഡാറ്റ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഡാറ്റ യൂസ് ചെയ്യാനും ഡാറ്റ പ്രോസസ് ചെയ്യാനും പറ്റുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ എമർജൻസി. ഡാറ്റ ഒരുപാട് ജനറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഡാറ്റയിൽ നമുക്ക് യൂസ് ഉണ്ടാകണമെങ്കിൽ അത് പ്രോസസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അത് പ്രോസസ് ചെയ്യാൻ സാധിക്കുന്ന വിധം കമ്പ്യൂട്ടിംഗ് പവർ, കമ്പ്യൂട്ടിംഗ് ടെക്നോളജി, കമ്പ്യൂട്ടേഴ്സ് വന്നതോടെ ഡാറ്റയുടെ ഇമ്പോർട്ടൻസ് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഡാറ്റ മുഴുവൻ ബിസിനസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസ്റ്റുകൾ വെരിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഫൈൻഡിങ്സ്, ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കുന്നു. ഇവരെ ട്രെൻഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു. കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിലേക്ക് മാറുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആളുകളെല്ലാം ഓർഗാനിക് ഫുഡ് കഴിക്കുന്ന ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകളെല്ലാം ഓൺലൈൻ ബുക്കിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് പല ആളുകളും ഇപ്പോൾ നേരിട്ട് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തോളുന്നില്ല, അപ്പൊ തന്നെ ഓൺലൈൻ പേയ്മെന്റ് അടച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ട്രെൻഡ് മാറുകയാണ്. ഇത് ആരാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്? സാലറിഡ് എംപ്ലോയീസ് ആണോ, ചെറുപ്പക്കാരാണോ, പ്രായമായവരാണോ, ഏത് കാറ്റഗറി, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള, ഏത് സോഷ്യൽ പ്രൊഫൈലിലുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് നോക്കുന്നു. ബാങ്കിന്റെ കസ്റ്റമേഴ്സ് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്, ആരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് എല്ലാ മാസവും ആദ്യം പണം കൂടുതൽ വരുന്നതും അവസാനമാകുമ്പോൾ തീരെ പണമില്ലാതെ വരുന്നതും. ഒരു ട്രെൻഡ് നമുക്ക് നോക്കി മനസ്സിലാക്കാതെ സാലറിഡ് എംപ്ലോയീസിന്റെയാണ്. അപ്പൊ ഈ രീതിയിലാണ് ബിസിനസ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റുകൾ ഡാറ്റ പരിശോധിച്ച് പല രീതിയിലുള്ള ട്രെൻഡ്സും, ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് നീങ്ങുന്ന ഒരു രീതിക്കാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. അത് പഠിക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ പാറ്റേണുകൾ കണ്ടുപിടിക്കുകയും അതിൽ നിന്ന് നമുക്ക് ബിസിനസ്സിലേക്ക് വേണ്ട ഉൾക്കാഴ്ചകൾ നൽകുകയും ചെയ്യുന്നു. സാധാരണ പ്രവൃത്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ബിസിനസ് അനലിസ്റ്റുകൾ ഡാഷ്ബോർഡ് ഉണ്ടാക്കും. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്കോർ ഷീറ്റ് ഉണ്ടാക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഡെയിലി സെയിൽസ് ട്രാക്ക് ചെയ്യുന്ന ഒരു വലിയൊരു എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡായിട്ട് കണക്കാക്കാം. നമ്മുടെ കലാമത്സരങ്ങളിലൊക്കെ നടക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എത്ര സ്കോർ ചെയ്യുന്നു എന്ന് വലിയൊരു ബോർഡിൽ എഴുതി കണക്കാക്കുന്നില്ല. അതുപോലെ ഒരു സംഗതിയാണ് ഇലക്ട്രോണിക് സംഗതിയുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു സ്കോറിംഗ് മെക്കാനിസമാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെയിലി മണിക്കൂർ തോറും സെയിൽസ് ഒക്കെ നടക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് ഡെയിലി ഡാഷ്ബോർഡ് ഉണ്ടാവും. ഇന്നത്തെ സെയിൽസ് എത്ര,
തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇന്നത്തെ സെയിൽസ് എത്ര, ഇന്നലത്തെ സെയിൽസ് എത്രയായിരുന്നു, ഇന്നലത്തെ സെയിൽസിനോട് നോക്കുമ്പോൾ ഇന്നത്തെ സെയിൽസ് കൂടുതലാണോ കുറവാണോ, ഈ വീക്കിലെ സെയിൽസ് എത്ര, ഇതുവരെ ഈ മാസത്തെ സെയിൽസ് എത്ര, ഇതുവരെ ഈ വർഷത്തെ സെയിൽസ് എത്ര, സെയിൽസിന്റെ ട്രെൻഡ് മുകളിലേക്കാണോ സെയിൽസിന്റെ ട്രെൻഡ് താഴത്തേക്കാണോ, ഇതൊക്കെയാണ് നമ്മൾ ഡാഷ്ബോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡാഷ്ബോർഡുകൾ ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള ഡാഷ്ബോർഡുകൾ ഡിസൈൻ ചെയ്യുക, അതായത് ഇത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള ഡാഷ്ബോർഡ് വേണമെന്ന് തീരുമാനിക്കുക, ഡാഷ്ബോർഡുകൾ ഉണ്ടാക്കിയെടുക്കുക, തീരുമാനങ്ങൾക്കനുസരിച്ചായിട്ട് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, ഈ ഡാഷ്ബോർഡുകളിൽ ഡാറ്റ ഇൻപുട്ട് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം റൊട്ടീനായിട്ട് സാധാരണയായിട്ട് ഒരു ബിസിനസ് അനലിസ്റ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ്. ഇവർ യൂസ് ചെയ്യുന്ന ഒരു സാധാരണ നോർമലി യൂസ് ചെയ്യുന്ന ഡാറ്റാബേസസ് എന്ന് പറഞ്ഞാൽ റിലേഷൻ ഡാറ്റാബേസസ് എന്ന് പറയും, RDBS എന്ന് പറയും. അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു ഡാറ്റാബേസ് ആണ് RDBS, റിലേഷൻ ഡാറ്റാബേസ് എന്ന് പറയും. റിലേഷൻ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് സംഗതി ഒന്നുമല്ല, ടേബിൾസും റോസും ഉള്ള ഒരു ഡാറ്റ ഷീറ്റ് ആണ്. ആ ഡാറ്റ ഷീറ്റിൽ ഉള്ള എൻട്രീസ് നിങ്ങൾക്ക് പല സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാക്കിയെടുക്കാം. അതായത് നിങ്ങൾ ഒരു ഡാറ്റ ഷീറ്റിൽ ഒരു പോർഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കണ്ടന്റ് എവിടെയാണുള്ളതെന്ന് ആ ഡാറ്റയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് RDBSൽ ഒരു റോയിൽ അല്ലെങ്കിൽ ഒരു കോളത്തിലുള്ള ഒരു ഡാറ്റ നോക്കിയാൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു ഡാറ്റ എവിടെയാണെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. റോസും കോളംസും ഉള്ള വലിയൊരു ഡാറ്റാബേസ് ആണ് എന്ന് നിങ്ങൾ നോർമലി കണ്ടെത്തിയാൽ മതി. അതിൽ നിങ്ങൾ കാണുന്ന ഒരു വാല്യൂവിന് അതുമായി ബന്ധപ്പെട്ട മറ്റു വാല്യൂസിലേക്ക് നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും. ഇതിനാണ് നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് സിമ്പിൾ ടേംസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബിസിനസ് അനാലിസ്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ തുടരുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ബിസിനസ് അനാലിസ്റ്റ്, ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ, ക്ലീനിങ്, പ്രോസസ്സിംഗ്, അനലൈസിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഒക്കെ ചേർന്നാണ്. അപ്പൊ കളക്ഷൻ വരുമ്പോൾ ഒരു ബിസിനസ് അനാലിസ്റ്റ് പ്രൈമറി സെക്കൻഡറി സോഴ്സുകളിൽ നിന്ന് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് അനാലിസ്റ്റ് നേരിട്ട് കളക്ട് ചെയ്യുന്ന പ്രൈമറി സോഴ്സ്. സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും കളക്ട് ചെയ്തോ എടുത്തു വെച്ചിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്യുന്ന സെക്കൻഡറി സോഴ്സ്. അപ്പോൾ പല സോഴ്സുകളിൽ നിന്ന് നമ്മുടെ ബിസിനസ് അനാലിസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് ഓർഗനൈസ് ചെയ്യുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് ബിസിനസ് അനാലിസ്റ്റിന്റെ ജോലിയുടെ ഒരു പ്രത്യേകത. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഈ കാര്യം, വീണ്ടും ഒന്നുകൂടെ പറയുന്നത് മാത്രം. ഈ പ്രോസസ്സിംഗിൽ കളക്ഷനും കഴിഞ്ഞ് അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവര് ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ, കോറിലേഷൻ, ഇത് കൂടുമ്പോൾ അത് കൂടുന്നു. അവധിക്കാലമാകുമ്പോൾ സ്പോർട്സ് ഗുഡ്സിന്റെ വിൽപ്പന കൂടുന്നു, അവധിക്കാലം സ്പോർട്സ് ഗുഡ്സിന്റെ വിൽപ്പന കൂടുന്നു, മഴക്കാലം കൊടയുടെ വിൽപ്പന കൂടുന്നു. ഇതൊക്കെ നോർമലി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. നോർമലി നമുക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു ഗ്ലോബൽ കമ്പനി ആണെങ്കിൽ, അമേരിക്കയിൽ ഇരുന്ന ഫോർഡിന് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ ഇക്കോസ്പോർട്ടിന്റെ സെയിൽസ് കൂടുന്നു എന്ന് ചോദിച്ചാൽ അത് ഏത് മാസമാണ് കൂടുന്നതെന്ന് പരിശോധിക്കുന്നു. ഒക്ടോബർ നവംബറിൽ കൂടുന്നു. റീസൺ ഇവിടെ ദീപാവലിയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, അവിടെ ഇരിക്കുന്നവർക്ക് അത് അറിഞ്ഞോളം തന്നെ. ഗ്ലോബലി ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ, ഗ്ലോബൽ ഓപ്പറേഷൻസ് ഉള്ള കമ്പനികളിലൊക്കെ ഇത്തരം ട്രെൻഡ്സ്, പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇവിടെ വന്ന് ദീപാവലി ആണെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു പോകാനുള്ള കാര്യമില്ലല്ലോ. ഡേറ്റ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ മാസം നമുക്ക് സെയിൽസ് കൂടുതലാണ്. എന്തുകൊണ്ട് സെയിൽസ് കൂടുതലാണ് അന്വേഷിച്ചാൽ അതിന്റെ കാരണം കണ്ടെത്തും. അപ്പൊ ആ മാസം സ്പെഷ്യൽ പ്രൊമോഷൻസ്, സ്കീംസ് ഒന്നും വേണ്ട, ഒന്നും ഇല്ലാതെ തന്നെ ആൾക്കാർ വാങ്ങിക്കും. നേരെ മറിച്ച് അമേരിക്കയിൽ ആ ടൈമിലായിരിക്കും ചിലപ്പോൾ പ്രൊമോഷൻ നടത്തുന്നത്. ആ ടൈമിലേക്ക് സെയിൽസ് കുറവ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊമോഷൻ നടത്തും. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്, മനസ്സിലാക്കുന്ന പാറ്റേൺസ്. എല്ലാ വർഷവും ഈ ടൈമിൽ ഒരേ സമയത്ത് ഈ കാര്യം നടക്കുന്നു. ഫെസ്റ്റീവ് സീസൺ സെയിൽസ് കൂടുന്നു, കോറിലേഷൻ, പാറ്റേൺ, എല്ലാ വർഷവും ഇതേ ടൈമിൽ സെയിൽസ് കൂടുന്നു. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഏത് അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ കോസ്റ്റ് സേവ് ചെയ്യേണ്ട ഒരു അവസരമാണ്. ഈ മാസം പ്രൊമോഷൻ വേണ്ടല്ലോ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോഷൻ സ്കീംസ് ഒന്നും ആവശ്യമില്ല. അതൊരു ഓപ്പർച്യൂണിറ്റി ടു സേവ് മണി. അതുപോലെ കോമ്പറ്റീഷന്റെ ത്രെറ്റ് വരുന്നു. ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൽ സെയിൽസ് കുറവാണ്. എന്തുകൊണ്ട്? പുതിയ കോമ്പറ്റീഷൻ അവിടെ വന്ന് ടെസ്റ്റ് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തി നാളെ അവൻ കംപ്ലീറ്റ് മാർക്കറ്റ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മളിത് മനസ്സിലാക്കുന്നത് എങ്ങനെ? ആ മാസം അവിടെ സെയിൽസ് കുറവ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ത്രെറ്റ് ഡാറ്റയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഇതുപോലെ തന്നെ പ്രോസസ് ഇംപ്രൂവ്മെന്റ്സ്, നമ്മളൊരു കാര്യം മാനുഫാക്ചർ ചെയ്തെടുക്കുമ്പോൾ അതിൽ വരുന്ന പ്രോസസ്സിൽ നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ സാധിക്കുമോ? കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ്സ് നടത്താൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റിന്റെ MRP നമുക്ക് അല്പം കുറയ്ക്കാൻ സാധിക്കുമോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഡേറ്റയിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ അനലിസ്റ്റ് ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു, പഠിക്കുന്നു. ആദ്യത്തെ ഭാഗത്ത് കളക്ഷൻ, ക്ലീനിങ്, ഓർഗനൈസിംഗ് ഇതൊക്കെ ചെയ്തതിനു ശേഷം അനാലിസിസ് നടത്തുന്നു. അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ, ഞാൻ ഈ പറഞ്ഞ പോലെ ട്രെൻഡ്സ്, പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്കുള്ള അവസരങ്ങളും നമുക്കുള്ള ഭീഷണികളും നമുക്ക് എന്ത് ചെയ്താൽ ഇത് ഇംപ്രൂവ് ചെയ്യാന്നുള്ള സജഷൻസ് ഒക്കെ കൊടുക്കുന്നു. ഇവയെല്ലാം ഒരു റിപ്പോർട്ടാക്കി മാനേജ്മെന്റിന് സമർപ്പിച്ച് മാനേജ്മെന്റാണ് നമ്മൾ നടപടിയെടുക്കേണ്ടത്. ഇതൊക്കെയാണ് ഒരു ബിസിനസ് അനലിസ്റ്റിനെ കുറിച്ചുള്ള ഒരു
പൊതുവായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ഇനി ഡാറ്റ അനലിസ്റ്റും ബിസിനസ് അനലിസ്റ്റും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം നമുക്ക് തോന്നിയേക്കാം. ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡാറ്റ അനലിസ്റ്റും ബിസിനസ് അനലിസ്റ്റും ഒരാൾ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റി പറയുന്നത് മാത്രം. നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഡാറ്റ അനലിസ്റ്റും ബിസിനസ് അനലിസ്റ്റും ഇന്റർചേഞ്ച് ആയിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഡാറ്റ അനലിസ്റ്റ് ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ സ്ഥാപനങ്ങളിൽ മീഡിയം ബിസിനസ്സിലൊക്കെ ഇത് രണ്ടും സെയിം ആണ്. ഒരുപക്ഷെ വലിയ സ്ഥാപനങ്ങളിൽ ജയന്റ് കോർപ്പറേറ്റ്സിലൊക്കെ ചെല്ലുമ്പോൾ ഡാറ്റ അനലിസ്റ്റിന്റെ ജോലി ഡാറ്റ കളക്ട് ചെയ്യുക, ഡാറ്റ ക്ലീൻ ചെയ്യുക, ഡാറ്റ പ്രോസസ് ചെയ്യുക, ഡാറ്റ അനലൈസ് ചെയ്യുക, അനലൈസ് ചെയ്തതിനു ശേഷം അനാലിസിസ് പ്രസന്റ് ചെയ്യുക. ജനുവരി മാസത്തിൽ സെയിൽസ് കൂടി, ഫെബ്രുവരി മാസത്തിൽ സെയിൽസ് കുറഞ്ഞു, കഴിഞ്ഞ 5 വർഷം നോക്കി കഴിയുമ്പോൾ എല്ലാ വർഷവും ജനുവരിയിൽ സെയിൽസ് കൂടി, അതിലൊരു ചാർട്ട്, എല്ലാ മാസവും ജനുവരിയിൽ സെയിൽസ് കൂടുന്നു. അപ്പൊ ഇത്രയാണ് ഡാറ്റ അനലിസ്റ്റിന്റെ ജോലി വലിയ സ്ഥാപനങ്ങൾ. പിന്നെ ബിസിനസ് അനലിസ്റ്റ് ആണ് ഇതിന് ശേഷം മാനേജ്മെന്റിന്റെ അടുത്ത് ചെന്നിട്ട് ഈ ഡാറ്റ ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇന്ന രീതിയിൽ നമുക്ക് ഈ ഡാറ്റ പ്രയോജനപ്പെടുത്താം, നമുക്ക് ഇതുമേൽ അടിസ്ഥാനപ്പെടുത്തി ഇന്ന തീരുമാനങ്ങൾ എടുക്കാം. തീരുമാനം എടുക്കാം എന്ന് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, തീരുമാനം എടുക്കേണ്ടത് മാനേജ്മെന്റ് ആണ്. അപ്പോൾ വലിയ സ്ഥാപനങ്ങളിൽ ഡാറ്റ അനാലിസ്റ്റിന്റെ ജോലി ഡാറ്റ അനലൈസ് ചെയ്യുന്നത് വരെ, അത് പ്രിപ്പയർ ചെയ്ത് റിപ്പോർട്ടാക്കി കൊടുക്കുന്നത് വരെ. ആ റിപ്പോർട്ട് കിട്ടിയ റിപ്പോർട്ട് വെച്ച് എന്ത് ചെയ്യാം എന്ന് മാനേജ്മെന്റിനോട് ബിസിനസ് തലത്തിൽ സംസാരിച്ച് മാനേജ്മെന്റിന് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അല്പം കൂടെ ബിസിനസിനോട് ചേർന്ന് നിന്നുകൊണ്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന ആളാണ് ബിസിനസ് അനലിസ്റ്റ്. ബിസിനസ് അനലിസ്റ്റ് കുറച്ചുകൂടെ ഡിസിഷൻ മേക്കിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന ആളാണ്. ഡിസിഷൻ മേക്കിംഗ് അദ്ദേഹമായിരിക്കില്ല, ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ വന്നാലും മാനേജ്മെന്റ് ആണ്. പക്ഷെ മാനേജ്മെന്റിനോട് നിങ്ങൾക്ക് ഈ ഡാറ്റ ഉപയോഗിച്ച് ഇന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ബിസിനസ് അനലിസ്റ്റ്. ഡാറ്റ അനലിസ്റ്റ് ഡാറ്റ പ്രസന്റ് ചെയ്യുന്നവരെ മാത്രമേ. ബിസിനസ് അനലിസ്റ്റ് ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ന തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും, ഇന്ന തീരുമാനങ്ങൾ എടുത്താൽ ഇന്നതുപോലെ നിങ്ങൾക്ക് ഗുണം ദോഷം എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി മാനേജ്മെന്റ് തീരുമാനമെടുക്കും. അപ്പൊ ഇത്രയാണ് ഒരു ബിസിനസ് അനലിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിസ്റ്റ് ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കുറെ കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാം. Until we meet up to discuss that, thank you and goodbye.